ഹായ് ഹലോ. ഈ വീഡിയോ എന്ന് പറയുന്നത് യാത്ര പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാങ്ങുന്നതിനെക്കുറിച്ചോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നടക്കാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യമല്ല, നമുക്കത് വലിയ കാര്യം തന്നെയാണ്. വിഷയം വേറൊന്നുമല്ല. നമ്മൾ ചിലർ കൂട്ടത്തിൽ ചങ്ക് പോലെ കൊണ്ടു നടക്കും, നമ്മളും അവരെ തിരിച്ച് അതേപോലെ കൊണ്ടു നടക്കും. പക്ഷേ അവരിട്ടിട്ടൊരു പോക്കുണ്ട്. എന്താണ് കാര്യമെന്ന് പോലും നമുക്കറിയാൻ മേലാത്ത ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ പുറകോട്ടൊന്നും നോക്കണ്ട, കാരണം ഒന്നും മനസ്സിലാകത്തില്ല. അവരെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമ്പോഴേ ഉള്ളൂ പുറകോട്ട് നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അങ്ങനെ പോകുന്നവരോടാണ് നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോകാനുള്ള മനസ്സൊന്ന് കാണിക്കണം. കാരണം ഈ സ്നേഹിക്കുന്നവർ അത് ചിന്തിച്ച് കുറേ നേരം ഇരിക്കുകയെ അവരുടെ അന്നത്തെ ആ ഒരു ദിവസമേ പോകും. അതൊരു ഒന്നൊന്നര പോക്കുമായിരിക്കും. പിന്നെ എടുക്കുന്നതും പിടിക്കുന്നതും എല്ലാം ദേഷ്യത്തിലായിരിക്കും. പിന്നെ ചിലരുണ്ട് നല്ല ചങ്ക് പോലെ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കും, നമ്മുടെ ചീത്ത കാര്യത്തിനും നല്ലതിനും എല്ലാത്തിനും. അത് കഴിഞ്ഞിട്ട് അവരൊരു പിണങ്ങിപ്പോക്കുണ്ട്. ആ ടൈമിലായിരിക്കും നമ്മൾ ചെയ്ത കൊള്ളാത്ത കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുക്കും. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ഇച്ചിരി കയ്യിൽ നിന്നും കൂടെ ഇട്ട് കൊഴുപ്പിച്ചങ്ങ് പറയും, ഇത്രയും നാളും നമ്മുടെ കൂട്ടത്തിൽ നടന്നതല്ലേ, അപ്പം മറ്റുള്ളവർ ഓർക്കും അത് സത്യമാണെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നതിൽ എന്ത് കിട്ടുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരെയും കുറിച്ച് അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തത് പറയാതിരിക്കാനായിരിക്കും മാക്സിമം ശ്രമിക്കേണ്ടത് എല്ലാവരും. ഈ വീഡിയോ കാണുന്നിടത്തേക്കും നിങ്ങൾ ഓർക്കും എനിക്കെന്തോ മൊത്തം കാര്യം കിട്ടിയെന്ന്. സത്യമാണ്, നല്ല 8ൻ്റെ എന്തൊക്കെ പണി കിട്ടാവോ 16ൻ്റെ എല്ലാം പണി കിട്ടിയിട്ടാണ്. അന്നാലെങ്കിലും പഠിക്കുമോ? അതും. പിന്നെ ഇങ്ങനെ കിടന്ന് അലച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവരൊക്കെ അവരുടെ വഴിക്ക് പോകും. പക്ഷെ ഞാൻ ഈ പറയുന്നെങ്കിലും കുറച്ച് നാൾ ഞാനും ശോക അടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതേ ആ ഫ്രണ്ടേ പോകുന്ന ആളാണ് പറഞ്ഞത്, ഈ ശോക അടിയുടെ കാര്യമൊന്നുമില്ല. എന്തായാലും അവരെല്ലാവരും നിന്നെ നോക്കാനൊന്നും പോകണമൊന്നുമില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് നീ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഉഷാറാകുമെങ്കിലും എപ്പോഴാണേലും നമുക്ക് അവരെക്കുറിച്ചുള്ളൊരു ചിന്ത വരും. ആ ചിന്തയിൽ നമ്മൾ അതെപ്പോഴും അങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ പോകുന്നവരോടും ഒരു അഭ്യർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ്. നിങ്ങൾ പോകുമ്പോൾ എന്തിനാ പോകുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകണം. അതാകുമ്പോൾ വെറുതെ ടെൻഷൻ അടിച്ച് വെറുതെ ഞങ്ങൾ ഒരു ദിവസം കളയണ്ടല്ലോ. ഒരു ദിവസം മാത്രമല്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പകുതിയേ പോകാറുണ്ട്. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കാറുണ്ട് പല കാര്യങ്ങളും ഓർത്ത്. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.